ആരെയാണോ സനാതനധർമ്മം ശിവ എന്ന് വിളിച്ച് ആ പരമപ്രകാശത്തെ പൂജിക്കുന്നത്, ആ പരമപ്രകാശത്തെ തന്നെയാണ് ഇസ്ലാം അല്ലാഹു എന്ന് വിളിച്ചത്. ആ പ്രകാശത്തെയാണ് ക്രിസ്തു നാഴികയ്ക്ക് 40 വട്ടം പിതാവേ 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 എന്ന് വിളിച്ചത്. മരിക്കാൻ നേരത്തും ക്രിസ്തു പറഞ്ഞു, പിതാവേ ഇവരോട് പൊറുക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പൊറുക്കാന്ന് പറഞ്ഞില്ലല്ലോ, ഒരു അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല. ആരെയാണ് ക്രിസ്തു യഹോവ അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിച്ചത്? അച്ഛനെ, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന നമ്മുടെ പിതാവിനെയാണ് വിളിച്ചത്. അതുകൊണ്ട് ഇസ്ലാം അല്ലാഹു എന്ന് വിളിച്ചോട്ടെ, ക്രൈസ്തവരെ യഹോവ എന്ന് വിളിച്ചോട്ടെ, ഹിന്ദു ശിവ എന്ന് വിളിച്ചോട്ടെ, ഏകം സത് വിപ്രാ ബഹുദാ വദന്തി, ഒന്നേ ഉള്ളൂ, പേര് പലതാണ്. ആ പേരിന്റെ പേരില് ഇവിടെയെല്ലാം പൊരുതി നശിക്കുമ്പോൾ ആ പരമ്പൊരുൾ വന്ന് നമ്മളോട് പറയാണ്, ഞാൻ ഒന്നാണ്, നിങ്ങളെല്ലാവരും ഒന്നാണ്, ഒന്നിൻ്റെതാണ്. ആ തത്വം മനസ്സിലാക്കി ആ ഏകത, വിശ്വസാഹോദര്യം നമ്മുടെ ആത്മാവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്.